പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാം ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്രീസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രിയിലെ തേർഡ് സെമ്മിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ലഭിക്കുന്നതിനും ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബ്ലോക്കിലെയും 5 ബ്ലോക്കിലെയും സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സെക്ഷൻ എ ഡിസ്കഷനിലേക്ക് കടക്കാം. സെക്ഷൻ എ, അജിബ അൻ അശ്റത്തി മിനൽ അസ്ഇലത്തിൽ ആതിയത്തി ഫി കലിമത്തിൻ. ശേഷം തന്ന ചോദ്യങ്ങളിൽ നിന്ന് 10 ഉത്തരം നൽകുക ഒറ്റ വാക്കിൽ. ഇലാ അയ്യി മദ്ഹബി അദബിയിൻ യന്തമി ഷാഇറു മഹ്മൂദ് സാമി അൽ ബാറൂദി. കവി മഹ്മൂദ് സാമി അൽ ബറൂദി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? അദ്ദേഹത്തിൻ്റെ സാഹിത്യം ഏത് മദ്ഹബിലാണ് പെടുന്നത്? അപ്പം ആൻസർ അൽ-ഇഹ്യാ വൽ ബഅസ് എന്ന അറബി സാഹിത്യത്തിലാണ്. പുനരുജ്ജീവനവും പുനർജന്മവും എന്ന സാഹിത്യ വിഭാഗത്തിലാണ് ഷാഇർ മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ സാഹിത്യം പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഉദ്കുർ മുത്തറാദിഫല്ലിൽ കലിമത്ത് തഅലീം. തഅലീം എന്ന കലിമത്തിൻ്റെ പര്യായ പദം പറയുക. ആൻസർ തബ്ജീൽ. മൂന്നാമത്തെ ചോദ്യം, മൻഹുവ സാഹിബത്തു ദീവാനി ഹീലത്തു തിറാസ്. ഹീലത്തു തിറാസ് എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഉപഭോക്താവ് ആരാണ്? ആൻസർ മഹ്മൂദ് സാമി അൽ ബാറൂദി. നാലാമത്തെ ചോദ്യം, ഉദ്കുർ ഇസ്മൻ ആഖിറിൽ മദ്രസത്തെ റോമാനിസിയ. റൊമാൻറ്റിക് സ്കൂളിന് മറ്റൊരു പേര് നൽകുക. ആൻസർ അൽ മദ്രസത്തുൽ വിജ്ദാനിയ. അഞ്ചാമത്തെ ചോദ്യം, മൻഹുവ മുഅസ്സിസു ജമാഅത്തു അബൂലു. അപ്പോളോ ഗ്രൂപ്പ് സ്ഥാപിച്ചത് ആരാണ്? ആൻസർ അഹ്മദ് സക്കി അബൂ ഷാദി. ആറാമത്തെ ചോദ്യം, മാഹിയൽ ജമാഅത്തുൽ അദബിയ്യത്തുല്ലത്തി യന്തമി ഇലൈഹ അബ്ദുറഹ്മാൻ ശുക്രി. അബ്ദുറഹ്മാൻ ശുക്രി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അബ്ദുറഹ്മാൻ ശുക്രി വളർന്നു വന്ന സാഹിത്യ ഗ്രൂപ്പ് ഏത്? ആൻസർ ദീവാൻ ഗ്രൂപ്പ്, ജമാഅത്ത് ദീവാൻ. ഏഴാമത്തെ ചോദ്യം, ഇലാ അയ്യ ബലദിൻ യന്തമി ഷാഇറു അബുൽ ഖാസിം ഷാബി. കവി അബു അൽ ഖാസിം അൽ ഷാബി ഏത് രാജ്യക്കാരനാണ്? ആൻസർ തൂണിസ്, ടുണീഷ്യ. എട്ടാമത്തെ ചോദ്യം, ലഖദ് കുന്തു ഫി ദർബി ബഗ്ദാദി മാഷിയൻ ഹാത്തി കലിമത്തൻ മുത്തറാദിഫത്തല്ലി ദറബ ഫി ദർബി. ലഖദ് കുന്തു ഫി ദർബി ബഗ്ദാദ് മാഷിയൻ എന്ന പദത്തിലെ ദർബിൻ്റെ പര്യായ പദം കൊണ്ടുവരിക. അതിൻ്റെ പര്യായ പദം ത്വരീഖ് എന്നുള്ളതാണ്. വഴി എന്നർത്ഥമുള്ള ത്വരീഖ് എന്നുള്ളതാണ് ദർബിൻ്റെ പര്യായ പദം. ഉദ്കുർ വാഹിദൻ മുഅല്ലിഫാത്തി ജമീൽ സിദ്ദീഖ് സഹാവി. ജമീൽ സിദ്ദീഖ് സഹാവിയുടെ രചനകളിൽ നിന്ന് ഒരെണ്ണം പറയുക. ആൻസർ സൗറത്തുൽ ഫിൽ ജഹീം. പത്താമത്തെ ചോദ്യം, മാഹിയ മുഅല്ലഖത്തുൽ ഹദാസിയീൻ. എന്താണ് മുഅല്ലഖത്തുൽ ഹദാസിയീൻ? ആൻസർ എന്താണ്? അൽ മുഅല്ലഖാത്ത് ഖസായിദു ജാഹിലിയ മഷ്ഹൂറ. ജാഹിലിയ കാലത്തെ പ്രസിദ്ധമായ കവിതകളാണ് മുഅല്ലഖാത്ത്. അതിൻ്റെ എണ്ണം 7 ആണ്. സബഅൽ മുഅല്ലഖാത്ത് എന്ന് പറയാം.
11ാമത്തെ ചോദ്യം മാഹുവ ഷാഉൽ അറബി അൽ ജായിസു അല ജായിസത്തി കുമാൻ ആശാൻ ലിൽ അശ്റിൽ ആലമി മിൻ കേരള. കേരളത്തിൽ നിന്നുള്ള കുമാരൻ ആശാൻ ഇന്റർനാഷണൽ കവിതാ സമ്മാനം നേടിയ അറബി കവി ആരാണ്? ആൻസർ മഹ്മൂദ് ദർവീഷ്. അടുത്ത 12ാമത്തെ ചോദ്യം ഇല അയ്യ ബലദിൻ യന്തമി ഷാഇറു മഹ്മൂദ് ദർവീഷ്. കവി മഹ്മൂദ് ദർവീഷ് എവിടെയാണ് ജനിച്ചത്? അപ്പോൾ ഫലസ്തീനിലാണ്. 13ാമത്തെ ചോദ്യം അഗാനി ഇഫീഖിയ മിൻ മുഅല്ലഫാത്തി ഡാഷ്. അഗാനി ഇഫീഖിയ എന്ന രചന മിൻ മുഅല്ലഫാത്തി ഡാഷിൻ്റെ മുഅല്ലഫാത്തുകളിൽ പെട്ടതാണ്. ഡാഷിൻ്റെ രചനകളിൽ പെട്ടതാണ്. ആൻസർ എന്താണ്? മുഹമ്മദ് അൽ ഫൈത്തൂരിയുടെ കൃതികളിൽ പെട്ടതാണ്. 14ാമത്തെ ചോദ്യം ഉദ്കുർ കലിമത്ത് മുത്തറാദിഫത്ത് ലി മദ്ഹൂർ. മദ്ഹൂർ എന്നതിൻ്റെ പര്യായ പദം പറയുക. മദ്ഹൂറിൻ്റെ പര്യായ പദമാണ് മഹ്സൂം, പരാജയപ്പെട്ടവൻ എന്നർത്ഥമുള്ള മഹ്സൂം എന്നുള്ളതാണ് മദ്ഹൂറിൻ്റെ പര്യായ പദം. 15ാമത്തെ ചോദ്യം ബഅദൽ മൻഫി ഖസീദത്തുൻ ഖതബഹ ഡാഷ്. ബഅദൽ മൻഫി എന്ന കാവ്യം അത് എഴുതിയത് ഡാഷ് ആകുന്നു. ആൻസർ മഹ്മൂദ് ദർവീഷ്. മഹ്മൂദ് ദർവീഷ് ആണ് ബഅദൽ മൻഫി എന്ന രചനയുടെ കർത്താവ്. ഇതിൻ്റെ ആൻസർ കീയും അതേപോലെ ഇതിൻ്റെ മൊത്തം ക്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്സ് ഫോർ വാച്ചിങ്.